നമ്മളൊക്കെ ലൊക്കേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപുള്ളൊരു കാലമുണ്ട്. പ്രേം നസീറും ഉമ്മറും ഭാസിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, ആദ്യകാലം. ആ ആദ്യകാലത്ത് ഈ സിനിമാ താരങ്ങളൊക്കെ ചിത്രീകരണവും ഒക്കെ ചെന്നൈയിലായിരുന്നു, മദ്രാസിലായിരുന്നു. ആ മദ്രാസിലായിരുന്നു സിനിമ. ആ സമയത്ത് കേരളത്തിൽ മെരിലാൻഡിലും അതുപോലെ ഉദയായിലുമൊക്കെ ഓരോ വർഷത്തിൽ 2-3 സിനിമകൾ ഉണ്ടാവും. അപ്പോൾ ആ സിനിമകൾക്ക് ഈ നടീനടന്മാർ, ഈ താരങ്ങൾ, അന്ന് വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ എണ്ണപ്പെട്ട താരങ്ങളാണുള്ളത്. ഇവർ മദ്രാസ് കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം. അപ്പോൾ മദ്രാസിൽ നിന്ന് ഈ ഉദയായിലേക്കും മെരിലാൻഡിലേക്കും അതുപോലെ കേരളത്തിലേക്കുമുള്ള ചിത്രീകരണത്തിന് വരുന്നത് ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് മദ്രാസ് മെയിലിലാണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ തന്നെ അവർ ട്രെയിനിൽ എല്ലാവരും ബുക്ക് ചെയ്ത് ആ കൂപ്പയിൽ ഒരുമിച്ച് പ്രേം നസീറും പിന്നെ ഉമ്മറായാലും അതുപോലെ ബഹദൂറായാലും അങ്ങനത്തെ അക്കാലത്തെ നടീനടന്മാരെല്ലാം ഒരുമിച്ച് ട്രെയിനിൽ കേരളത്തിലേക്ക് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ആഹാരം അതുപോലെ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ആ ട്രെയിനിൽ ഒരുക്കി ഒരു കുടുംബ അന്തരീക്ഷം പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നത്. അതൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നെന്നാണ് ജനാർദ്ദൻ പറയുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ കേരളത്തിലെ സിനിമാ ലൊക്കേഷനുകളിൽ ഈ കാരവൻ വന്നതോടുകൂടി ഈ താരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യവും ഒരു സൗഹൃദവും അന്തരീക്ഷവും ഇല്ലാതായെന്ന് ഇദ്ദേഹം പറയുന്നു.